ദാസേട്ടാ ഇന്നും പണിക്ക് പോയില്ലല്ലേ? പണിയുണ്ടേനോടെ പോയിട്ടില്ല. നീ വാ ഗിരിശാ, ഇങ്ങനെ ചോദിച്ചേ പണിക്ക് പോയിട്ടില്ല എന്നല്ലേ? പണിക്ക് പോയിട്ട് ആരാടാ അന്നാ ഇനി ഇതുവരെ? സമ്പാദിച്ച് കൂട്ടിയവരെ പ്രശ്നം നിനക്ക് അറിയായിട്ടാന്ന് ഗിരീശ. ഞാനിപ്പോൾ അത് കണ്ണു മുമ്പ് കണ്ടിട്ടാണ് വരുന്നത്. മക്കൾ തമ്മിൽ അടി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ കുടുംബം നശിക്കുന്ന കാര്യം. അടി കഴിഞ്ഞിട്ട് കിട്ടിയും പിരിച്ചിട്ട് ഓരോരുത്തരും പോകലാണ്. ഇതെല്ലാം സമ്പാദിച്ച് കൂട്ടിയിട്ടല്ലേ ഈ പ്രശ്നം. സമ്പാദിച്ച് കൂട്ടാനുള്ള മനസ്സ് ഇത് കാണുമ്പോൾ ഇല്ല. അന്നൊന്ന് കഴിഞ്ഞു പോകാനുള്ള വക കണ്ടെത്ത്. ഞാനിപ്പോൾ ഒരു പുതിയ പരിപാടിക്ക് തുടക്കം ഇട്ടിട്ടുണ്ട്. മധ്യസ്ഥം പറയാം. ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രശ്നം പിന്നെ അവസാനിപ്പിച്ച് ശാന്തമാക്കി കൊടുക്കുക, മധ്യവർത്തിയായിട്ട് പ്രവർത്തിക്കുക. എൻ്റെ മോനെ ഗിരിശ, നല്ലൊരു മണം വരുന്നുണ്ട്. കിട്ടുന്നുണ്ട്. നല്ല ആസ്വദിക്കാൻ പറ്റിയൊരു മണം. അതാ വീട്ടിൽ നിന്ന് ഉണക്ക് പോയിരിക്കുന്നേപ്പാ. ഉണക്ക് മുള്ളം പോയിരിക്കുന്നത്. ഇതല്ല എങ്ങനെ നിങ്ങൾക്ക് തിരിയുന്നു? അനക്ക് മുള്ളം പൊരിച്ച് ഭയങ്കര ഇഷ്ടമാണ്. 11 മണിക്കൊരു കഞ്ഞികൂടി ഉണ്ട്. ഇന്നത്തെ കഞ്ഞികൂടി ഉണക്കും കൂട്ടിയിട്ട് തന്നെ ആയിക്കോട്ടെ. ഉണക്കമുള്ള എന്തായാലും വാങ്ങിക്കോ. വീട്ടിൽ പോയിട്ട് പരിപാടി ആക്കണം. നല്ല കണ്ടീഷനായിട്ട് ഭർത്ത് കഞ്ഞി കുടിക്കണം. കീശയിലെന്നാ ഉള്ളത്? ഇങ്ങോട്ട് അങ്ങോട്ട് ഈശയിലാകെ തപ്പി പിടിച്ച ഒരു 50 റുപ്യ ഉണ്ടാവും. 60 റുപ്യ അത് മതിയല്ലോ. വേറെ എൻ്റെ അടുത്തൊന്നും ഇല്ല. അതല്ല വണ്ടിയിൽ എണ്ണയില്ലടോ. വണ്ടിയിൽ കുറച്ച് എണ്ണയുണ്ട്. എന്നാ വിടാം. എവിടാ? ടൗണിലേക്ക് 5-6 കിലോമീറ്ററിൽ പോകാനല്ലോ. എന്തിരി ചില്ലറ എണ്ണയിലെ വേണ്ടു. ഇന്ന ഏടെ വേണ്ടിക്കലും ഞാൻ കൊള്ളിക്കും. ബാ. അപ്പോൾ ഇന്നത്തെ കാര്യം ജോറായിന്. ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞിട്ടല്ലേ വേണ്ടത്. ഏത് സമയത്താകുമ്പോൾ ഇങ്ങോട്ട് വരാൻ തോന്നി, അവരെ കാണാൻ തോന്നി. പണിക്ക് പോയില്ലേ എന്ന് ചോദിച്ചാൽ ഇത്ര വലിയ മാറാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എണ്ണയും പോയി, ഉള്ള പൈസയും പോയി. നീ എനിക്ക് വേഗം തിരിഞ്ഞ് പാടാ. ബാ അങ്ങനെ ഇരുന്ന് നേരം കുട്ടി.